എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനൽ ജഡ്ജ്മെൻറ്റിലും കേരള ഹൈക്കോടതി വിദ്യാർത്ഥികളെ തഴഞ്ഞു. നിലവിൽ ഞാൻ നേരത്തെ തന്നെ ഈ ചാനലിലും ടെലിഗ്രാം ഗ്രൂപ്പിലും പറഞ്ഞ കാര്യമാണ്. UGC മദ്രാസ് ഹൈക്കോടതി ഡിഗ്രി വാലിഡെന്ന പറഞ്ഞ ജഡ്ജ്മെൻറ്റിനെതിരെയാണ് UGC സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഒടുവിൽ കേരള ഹൈക്കോടതിയും പറയുന്നത്. സുപ്രീം കോടതിയുടെ കയ്യിലാണ് ഇനിയെല്ലാം. കേരള ഹൈക്കോടതിയിൽ കേസിന് പോയവർക്കാണ് ഈ ഗതികെട്ട അവസ്ഥ നേരിട്ടത്. ഇതിൽ എനിക്ക് തോന്നിയ കാര്യം, കേരള ഹൈക്കോടതിയിൽ കേസിന് പോയവർ ഒരു ഐഡിയയും ഇല്ലാത്തവരാണെന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുത്ത കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ SLP സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ മാത്രമാണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. എല്ലാ സ്റ്റേറ്റിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കേസിന് പോയത്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കാര്യം കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അതേപോലെ എനിക്ക് പറയാനുള്ള കാര്യം, സുപ്രീം കോടതിയിൽ ഞങ്ങളോടൊപ്പം പെറ്റീഷണർ ആകുന്നവർക്ക് സുപ്രീം കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതാണ്. നിലവിൽ സുപ്രീം കോടതിയിൽ ഞങ്ങൾ മാത്രമാണ് പെറ്റീഷനേഴ്സ് ആയിട്ടുള്ളത്. പെറ്റീഷനേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ലിങ്ക് വെച്ചിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പെറ്റീഷനേഴ്സ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവരും ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിലവിൽ കേരള ഹൈക്കോടതി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഉത്തരവ് വരണം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടായി എനിക്ക് പറയാനുള്ളത്, ചുമ്മാ കേരള ഹൈക്കോടതി പോയി സമയവും പൈസയും കളയാതെ ഞങ്ങളോടൊപ്പം എല്ലാവരും വരിക. ഇവിടെ സുപ്രീം കോടതിയാണോ കേരള ഹൈക്കോടതിയാണോ വലുത്, അതുപോലും അറിഞ്ഞുകൂടാത്തവരാണ് കേരളത്തിലുള്ളത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. UGC പോയ സുപ്രീം കോടതിയിലുള്ള കേസ് എന്തായാലും നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കാം വിധി പറയാൻ. 2015, 2016, 2017 ഈ ഇയറുകളിലുള്ളവർക്ക് മാത്രമാണ് കേരള ഹൈക്കോടതി ട്രൈബ്യൂണൽ പ്രൊട്ടക്ഷൻ ഓർഡർ നൽകി വരുന്നത്. ആ ഓർഡറിനും വലിയ വാല്യൂ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 2015 മുതൽ 2022 വരെ പഠിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് UGC സുപ്രീം കോടതി പോയത്. ഈ കേരള ഹൈക്കോടതി പോലും മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വെച്ചിട്ടാണ് പ്രൊട്ടക്ഷൻ ഓർഡർ മുമ്പ് തന്നെ കൊടുത്തിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതി തന്നെ പറയുന്നു സുപ്രീം കോടതിയുടെ കയ്യിലാണ് എല്ലാമെന്ന്. അടുത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. 2018 മുതൽ 2022 വരെയുള്ളവർക്ക് കേരള ഹൈക്കോടതിയോ ട്രിബ്യൂണലോ പ്രൊട്ടക്ഷൻ ഓർഡർ നൽകുന്നില്ല. ആ ഇയറുകളിൽ പഠിച്ചവർ കേരള ഹൈക്കോടതിയിൽ കേസിന് പോയാലും വെറും പാഴാണ്. അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. സുപ്രീം കോടതിയിൽ നിന്നുള്ള പോസിറ്റീവ് ജഡ്ജ്മെൻറ്റ് വരണം. അതാണ് ഏക വഴി. നിലവിൽ PSC കേരള PSC SI ലിസ്റ്റിലുള്ളവർ ഈ വിഷയങ്ങളുള്ളവർക്ക് വിത്ത് ഹെൽഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ണാമലൈ പഠിച്ചവരാണ്. ജോലിയിൽ നിന്നും റേറ്റ് ആയവരും ഉണ്ട്. ഇതിൽ കേരള ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡറും സുപ്രീം കോടതിയിലുള്ള പ്രൊട്ടക്ഷൻ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയാം. അതായത് കേരള ഹൈക്കോടതി ഓർഡർ കൊടുക്കുന്നത് 2015, 2016, 2017 മാത്രമാണ്. പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചാൽ 15 മുതൽ 22 വരെയുള്ളവർക്ക് ഓർഡർ കിട്ടും.